ഇന്ത്യൻ ജുഡീഷ്യറിയുടെ കൊടി ആകാശത്ത് പാറിക്കളിക്കുന്നതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. കാരണം ഇന്ത്യൻ ജുഡീഷ്യറി വളരെയധികം നീതി പുലർത്തിയിട്ടുണ്ട് ആളുകളോട്. അതിനകത്ത് ചില പോരായ്മകൾ ചിലപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പോരായ്മകളെന്നല്ല, വലിയ വീഴ്ചകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് ജനങ്ങളോട് നീതി പുലർത്താത്ത സാഹചര്യങ്ങൾ കാണാനിട വന്നിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തുണ്ടായ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഒരു കാരണവശാലും നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ്. ഉദാഹരണമായിട്ട് വലിയൊരു നാണക്കേട് ഉണ്ടാക്കിയത് ഒരു കാരണവശാലും നമ്മുടെ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് മറക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിനുണ്ടായ ഒരു നാണക്കേട് പെരുദോഷവും. ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു CJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉടലെടുക്കാൻ കാരണം, അതിൻ്റെ കാരണക്കാരൻ അദ്ദേഹമാണ്. കോടതികളിൽ ജഡ്ജിമാർക്ക് ഇരിക്കുന്നതുകൊണ്ട് കാര്യങ്ങൾ പറയാം, ഒരു കുഴപ്പമില്ല. ഒബിറ്റർ, അതായത് അവരുടെ നമുക്ക് ഓരോ കോടതിക്ക് ഓരോ പ്രസ്താവനകൾ നടത്താം, അതൊക്കെ ചെയ്യാം. ഓബ്സർവേഷൻസ് ഓരോ സമയത്ത് ചോദിക്കാം, ചോദ്യങ്ങൾ ക്വറീസായിട്ട് അഭിഭാഷകരോട് ചോദിക്കാം, കക്ഷികളോട് ചോദിക്കാം. പക്ഷേ ഇതൊക്കെ ആരെ ആക്ഷേപിച്ചുകൊണ്ടോ ഒന്നുമുള്ള കാര്യങ്ങളാകരുത്. അതായത് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കേസിൻ്റെ വാദം കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് സീനിയർ അഭിഭാഷകരെ സംബന്ധിച്ചുള്ള അവരുടെ നിയമനത്തെ സംബന്ധിച്ചുള്ള ഒരു കേസാണ്. അതിനെക്കുറിച്ച് വാദം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തി. അത് യഥാർത്ഥത്തിൽ അനവസരത്തിൽ ഉള്ള ഒരു പ്രസ്താവനയാണ്, ആവശ്യമില്ലാത്ത ഒരു പ്രസ്താവനയുമായിരുന്നു. ഈ ജോലിയില്ലാത്ത ചില യുവാക്കൾ പാറ്റകളെ പോലെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതാണ് ഈ CJP എന്ന പ്രസ്ഥാനം ഉടലെടുക്കാനുള്ള കാരണം. ഇതൊരു സർക്കാസ്റ്റിക്കായിട്ട് ഇതങ്ങെടുത്ത് ആ പേരങ്ങെടുത്തുകൊണ്ട് അതങ്ങ് പോയി. അദ്ദേഹത്തിന് അത് മറക്കാൻ പറ്റുമോ? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അതിനെ സംബന്ധിച്ച് വിശദീകരണങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ അത് വിശദീകരിക്കാൻ പാടില്ലാത്തതാണ്. കാരണം കോടതി നടത്തിയ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞതാണ്, അല്ല അതിൻ്റെ കാരണം എന്നതാണ് എന്ന് ആരോട് അദ്ദേഹം ബോധിപ്പിക്കണം? ഇപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും ഇല്ലാത്തതുപോലെ ഒരു ജഡ്ജിക്ക് വിശദീകരണം കൊടുക്കേണ്ടതായിട്ട് വരികയാണ് സമൂഹത്തിന്. എൻ്റെ പ്രസ്താവന അങ്ങനല്ല, വളച്ചൊടിച്ചു. ഞാനത് പറഞ്ഞത് ഇതുപോലെ, അതായത് വ്യാജ നിയമബിരുദമുള്ള ആളുകളെ കുറിച്ചാണ് പറഞ്ഞതെന്ന്. അങ്ങനെ അദ്ദേഹം അതിലെങ്ങും പറഞ്ഞിട്ടില്ല. ഞാനത് മുഴുവൻ കണ്ടതാണ്. അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. ഇപ്പം വിശദീകരിക്കുന്നത് അതാ ഞാൻ പറഞ്ഞ, ചെളിയിൽ വീണ് എഴുന്നേറ്റ് പോയി അങ്ങ് കുളിച്ചാൽ പോരെ? അതിൽ കിടന്ന് ഉരുളേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഞാൻ കാല് തന്നെ വീണു പോയതാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞത് ഇങ്ങനാണ്, അങ്ങനല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ചില യുവാക്കൾ, ജോലിയില്ലാത്ത ചില യുവാക്കൾ പാറ്റകളെ പോലാണെന്ന് പറഞ്ഞു. ഒരു സമൂഹത്തിനെ, അതായത് ഒരു സമൂഹം എന്ന് പറയുന്നത് യുവാക്കളുടെ ഒരു സമൂഹം, അവർക്ക് ജോലിയില്ല. ആരാണ് കാരണം അവർക്ക് ജോലിയില്ലാത്തതിൻ്റെ കാരണം? ജോലിയില്ലാത്ത അത് കാരണക്കാരെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണകൂടം തന്നെയാണ്. ഇന്ത്യൻ ഭരണകൂടത്തിൽ യഥാർത്ഥത്തിൽ പാർലമെൻറ്റോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവോ മാത്രമല്ലല്ലോ വരുന്നത്, ലെജിസ്ലേച്ചറോ അല്ലല്ലോ, ജുഡീഷ്യറി അതിൻ്റെ ഭാഗമല്ലേ. നിങ്ങളുടെ എല്ലാം തെറ്റുകൊണ്ടാണ് ജോലിയില്ലാത്ത യുവാക്കൾ ഇവിടെ അധികം ഉണ്ടാകുന്നത്. അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെ ജോലിയില്ലാത്ത യുവാക്കൾ പാറ്റകളെ പോലെയാണ് എന്നൊരു പ്രസ്താവന നടത്തിയത് വളരെ തെറ്റാണ്. അത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. അദ്ദേഹം ഒരിക്കലും വ്യാജ നിയമവിരുദ്ധക്കാരെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അവിടെ. അങ്ങനെയല്ല അതിനെക്കുറിച്ച് പറഞ്ഞത്. ആ പറഞ്ഞപ്പോൾ അതുകൂടെ പറയാൻ ചിലപ്പോൾ മനസ്സിൽ അദ്ദേഹം ഉദ്ദേശിച്ച് കാണും, പക്ഷെ പുറത്തു വന്ന അതല്ല. അതുകൊണ്ട് ഇനി എത്ര പ്രസ്താവന നടത്തിയാലും ശരി, പറഞ്ഞു പോയ കാര്യം, വാവിട്ട വാക്ക്, അത് തിരിച്ചെടുക്കാൻ ഒക്കത്തില്ല. വലിയൊരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നിശബ്ദത കൊണ്ട് എനിക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല, പക്ഷേ എൻ്റെ വാക്കുകൾ കൊണ്ട് എനിക്ക് പലപ്പോഴും ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് തിരിച്ചറിയണം ഉണ്ടെന്ന്. ഇനി അടുത്തതായിട്ട് ഉള്ളത്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന, അതായത് ഒരു അഭിഭാഷകൻ എടുത്ത് കാണിച്ചു ഈ വിഷയം ഒരു കത്തിൻ്റെ രൂപത്തിൽ ചീഫ് ജസ്റ്റിസിന് കൊടുത്തു, സുപ്രീം കോടതിക്ക് കൊടുത്തു. എന്താണെന്നറിയോ? ഇത് ഈ കുട്ടികളെ, അതായത് ഈ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ യുവാക്കളെയും ഈ തെരുവിൽ ഒരുപാട് ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ അത് പെൺകുട്ടികളെ അധിക്ഷേപിക്കുന്നു, അവരെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുന്നു. അതുപോലെ തന്നെ അവരെ വെറുതെ നിന്ന ഒരു പെൺകുട്ടി അത് ചുമ്മാ നിൽക്കുകയാണ് കേരള ഹൗസിൻ്റെ മുമ്പിലായിട്ട്. അതിനെ
അവിടുത്തെ ഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറായിട്ട് ഇരുന്നവനുണ്ടല്ലോ, അവൻ പോയിട്ട് അവന് സന്ദീപ് ലാം, അവൻ പോയിട്ട് നേരെ അതിൻ്റെ കരണക്കുറ്റിക്ക് ഒരു അടി കൊടുക്കുകയാണ്. കരണത്ത് അടിച്ചിട്ട് പോയി. അവൻ നോക്കിയപ്പം ആരെ ഉപദ്രവിക്കാമല്ലോ. ഇവൻ ആ പെണ്ണുങ്ങളെ തൊടാൻ ഇവൻ ആരാണ്? അവനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയാൽ സസ്പെൻഡ് ചെയ്താലൊന്നും പോരാ. സസ്പെൻഡ് ചെയ്തിട്ടില്ല, അവനെ അവിടുന്ന് മാറ്റിയാലൊക്കത്തില്ല. അവനെ പിരിച്ചുവിടണം സർവീസിൽ നിന്ന്. ക്രിമിനൽ കേസ് എടുക്കണം ഈ പെൺകുട്ടിയുടെ ദേഹത്തോട്ടതിന്, ആ സ്ത്രീയെ അധിക്ഷേപിച്ചതിന്. അതാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ചെയ്തത്, അവൻ വണ്ടിയിൽ വലിഞ്ഞു കയറി ഈ നമ്മുടെ സോനം വാങ്ചുക്കിന്റെ ഭാര്യയുടെ മുടി പിടിച്ച് വലിച്ചു. അതാ ഞാൻ പറഞ്ഞു, പെണ്ണുങ്ങളെ നോക്കി ഉപദ്രവിക്കുകയാണ് കുട്ടികളെ. ഇതെല്ലാം ഈ അട്രോസിറ്റീസ് എല്ലാം കമ്മിറ്റ് ചെയ്തു, ഇതെല്ലാം ചെയ്തു. ഇങ്ങനെയുള്ള ഒരുപാട് അട്രോസിറ്റീസിനെ കുറിച്ച് പിന്നെ ഒരുപാട് പേരുടെ തല തല്ലിപ്പൊളിച്ചു, നടുവടിച്ചൊടിച്ചു. സാക്ഷി എന്ന് പറയുന്ന പെൺകുട്ടി മരണത്തോട് മല്ലടിക്കാനുള്ള ഇടയുണ്ടാക്കി. അത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ വിവരിച്ച് ഇതിനെക്കുറിച്ച് ഇതിലിടപെടണം എന്ന് കാണിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പോലീസ് അട്രോസിറ്റീസിനെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞാണ് ഈ കത്ത് അങ്ങോട്ട് പോയത്. ഉടനെ അദ്ദേഹം പറഞ്ഞ വാചകമുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ആ അഭിഭാഷകൻ പറഞ്ഞു, അപ്പോൾ അന്നേരം പറഞ്ഞു, നോ, ഡോണ്ട് വേസ്റ്റ് അവർ ടൈം, ഞങ്ങളുടെ സമയം പാഴാക്കരുതെന്ന്. നിങ്ങളുടെ സമയം ഇതിനൊക്കെ തന്നെ ഉള്ള സാർ പാഴാക്കാൻ. നിങ്ങളിത് കേൾക്കണമായിരുന്നു, അത് കേട്ടില്ല. അത് കേൾക്കാതിരുന്നത് വളരെ വലിയ തെറ്റ്. അതിന് എന്താണെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്ത വാചകം ഉപയോഗിച്ചത്, അന്നേരം ആ അഭിഭാഷകൻ പറഞ്ഞു, ഐ ഹാവ് വീഡിയോസ് വിത്ത് മീ. നോ, വീഡിയോസ് ഒന്നും കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. വി ഡോണ്ട് വാണ്ട് ടു വാച്ച് വീഡിയോസ്, വി ഡു നോട്ട് വാണ്ട്. അത് കാണാൻ എന്തുകൊണ്ട് കോടതി കണ്ണടയ്ക്കുന്നു? അതായത് തെരുവിൽ നടക്കുന്ന യുദ്ധമാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കുന്നില്ലല്ലോ ആരും. ആ കുട്ടികളെ ഇഷ്ടം പോലെ ഇട്ട് ഉപദ്രവിക്കുകയാണ്, ലാത്തി ചാർജ് നടത്തുകയാണ്, തെരുവിലിട്ട് ആക്രമിക്കുകയാണ്. ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സമയമില്ലെന്ന്. നിങ്ങൾക്ക് സമയം വേണം സാർ, ഇതിനാണ് കോടതിയുടെ സമയം ഉപയോഗിക്കേണ്ടത്, പിന്നെ മറ്റെന്തിനാണ് നിങ്ങൾക്ക് സമയം? അപ്പോൾ ഇത് മാത്രമോ? ഇനി അന്നേരം അതിന് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ തന്നേക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത് വളരെ രസാവഹമാണ്. ഇങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. ഇപ്പോൾ ഞങ്ങൾ 24/7 ഞങ്ങളെ തുറന്നിട്ടേക്കാണ് ജനങ്ങൾക്ക് വേണ്ടി. അതായത് നീതി തേടി വരുന്നവർക്ക് വേണ്ടി ആർക്കും സമീപിക്കാം, നീതി റെഡിയാണ്, ഞങ്ങൾ എടുത്തു കൊടുക്കാനിരിക്കുകയാണ്. ഇങ്ങനെ നീതി കൊടുക്കാൻ നീതിദായകരായിട്ടിരിക്കുന്ന നിങ്ങളുണ്ടല്ലോ, ചെയ്യേണ്ടതാണ്, പറയേണ്ട വർത്തമാനമാണ് ഇത്. എന്നിട്ട് ഇനി അടുത്തത് അതിൻ്റെ വിശദീകരണമാണ് വളരെ രസകരം. ഞങ്ങളിങ്ങനെ നീതി കൊടുക്കാൻ കാത്തിരിക്കുകയാണ്, പക്ഷേ അത് പ്രോപ്പറായിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യണം. അത് ശരി, പ്രോപ്പറായിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്താലേ എടുക്കുള്ളല്ലേ? ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അധികാരം ഇത് മാത്രമാണോ? അങ്ങ് മനസ്സിലാക്കിയിരിക്കുന്നത് ശരിയാണോ? ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അധികാരം, ഇന്ത്യൻ സുപ്രീം കോടതി പലപ്പോഴും പ്രയോഗിച്ചിട്ടുള്ള അധികാരം ശ്രദ്ധിക്കണം. ഇന്ത്യൻ സുപ്രീം കോടതി പലപ്പോഴും അധികാരങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. സുവോമോട്ടോ കേസെടുക്കാൻ അധികാരമുള്ള സുപ്രീം കോടതി എന്തിന് ഹർജി നോക്കിയിരിക്കണം? എന്തിന് പെറ്റീഷൻ? പ്രോപ്പർ പെറ്റീഷൻ വേണം. പ്രോപ്പറായിട്ടുള്ള ഒരു പെറ്റീഷൻ വേണ്ട. ഒരു കത്ത് പോലും ഇല്ലാതെ പോലും എടുക്കാൻ, കോഗ്നിസൻസ് എടുക്കാൻ അധികാരമുള്ളതാണ് ഇന്ത്യയിലെ പരമോന്നത കോടതി. ഏത് പ്രശ്നത്തിലും ഇന്ത്യയിലെ പ്രശ്നങ്ങളിൽ ഇടപെടാം, ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം. നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾ കണ്ണടച്ചിരുന്നു ഈ തെരുവിൽ നടക്കുന്ന യുദ്ധം. അത് നിങ്ങൾ കാണുന്നില്ല, കാണണ്ട, പോട്ടെ. പക്ഷേ അതിൻ്റെ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം എന്നൊരാൾ പറയുമ്പോൾ വി ഡോണ്ട് ഹാവ് ടൈം, ഞങ്ങൾക്ക് സമയമില്ലെന്ന്, ഇതാണോ പറയേണ്ടത്? ഈ നാണക്കേടുണ്ടാക്കി, ഇതുപോലുള്ള നാണക്കേട് ഇന്ത്യൻ ജുഡീഷ്യറി ഇന്ന് വരെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. ആ നാണക്കേടുകളെല്ലാം ഉണ്ടാക്കി. പക്ഷേ അതുകൊണ്ട് 2-3 കാര്യങ്ങൾ നടന്നു. ഒരു കാര്യം പറയാം. ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കൊണ്ട് ഇങ്ങനെ ചെറുപ്പക്കാരുടെ ഒരു സംഘം ഒന്നാകാൻ ഉള്ള ഒരിടയുണ്ടായി. ഇന്ത്യൻ്റെ ചെറുപ്പക്കാരുടെ ശക്തി, യുവാക്കളുടെ ശക്തി എന്താണെന്ന് ഇവിടുത്തെ അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ തിരിച്ചറിയാനുള്ള ഇടയുണ്ടായി. അതൊരു കാര്യം, അത് വലിയൊരു കാര്യമല്ലേ? ഒരു പ്രസ്ഥാനം രൂപപ്പെടുന്നു, അതുണ്ടായി. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇങ്ങനെ ഒരു യുവാക്കളുടെ ശക്തിയെക്കുറിച്ച് തിരിച്ചറിയാൻ ഒരു സാഹചര്യം ഒരുങ്ങി. ഇതൊക്കെ വലിയ കാര്യം തന്നെയാണ്. മാത്രമല്ല, അമ്പയെ പരാജയപ്പെട്ട നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ മുട്ടുമടക്കി യുവാക്കളുടെ മുമ്പിൽ.
മുട്ടുമടക്കി ഇത് ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ട് രാജിവെപ്പിക്കേണ്ടി വന്നു. അതുകൊണ്ടായി ഇതിൻ്റെയൊക്കെ ഉപയോഗം ഉണ്ടായത് ഇതൊക്കെ കൊണ്ടാണ്. പക്ഷേ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് ഉണ്ടായ ഈ നാണക്കേടുണ്ടോ, അത് മായ്ച്ചു കളയണമെങ്കിൽ ഇനിയെങ്കിലും സാർ നിങ്ങൾ ഇതുപോലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടണം. അതിന് നിങ്ങൾ പ്രോപ്പർലി ഫയൽഡ് പെറ്റീഷൻ നോക്കിയിരിക്കരുത്. നിങ്ങൾ അധികാരം പ്രയോഗിക്കണം. അധികാരം എന്ന് പറയുന്നുണ്ടല്ലോ, അധികാരം എന്താണ്, അത് നീതിക്ക് വേണ്ടി പ്രയോഗിക്കണമെങ്കിൽ അധികാരം പ്രയോഗിക്കാൻ അറിയണം. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് മാത്രമാണ് എനിക്കൊരപേക്ഷ. ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്ന രസകരമായ ഒരു കാര്യം, ഒരു പ്രേക്ഷകൻ്റെ ഒരു കമൻ്റ് ഉണ്ട്, എനിക്ക് അയച്ചു തന്നതാണ്. അത് പറഞ്ഞു, നമ്മുടെ ജുഡീഷ്യറിയുടെ ഇനാക്റ്റീവ്നെസ്സിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുള്ളൂ. ഒരു പരസ്യമാണ് കേട്ടോ. അതിനകത്ത് പറഞ്ഞ് ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഇരിക്കാം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതും വിജയത്തിലേക്കൊക്കെ മാറും. ചിലപ്പോൾ ഒരു അപകടം ഉണ്ടാകുന്ന ഒരു പരസ്യമുണ്ട്, ചിലപ്പോൾ ഒന്നും ചെയ്യാതെ ഇരിക്കാം എന്ന് പറഞ്ഞ്. അതുപോലെ ചിലപ്പോൾ ഒന്നും ചെയ്യാതെ ഇരിക്കാം സാർ, പക്ഷെ അങ്ങനല്ല, ചെയ്യാതിരിക്കരുത്, ചെയ്യണം, ചെയ്ത് കാണിക്കണം. ഗവൺമെൻറ്റിൻ്റെ അടിമകളല്ല ജുഡീഷ്യറി എന്നൊന്ന് കാണിച്ചു കൊടുക്കണം സാർ.